ഹലോ പ്രതീക്ഷ, എടാ എവിടെ? ഞാൻ കടയിലുണ്ടാ. എടാ കുറച്ച് പ്രശ്നത്തിലാടാ, നിനക്ക് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ. ആടാ നീ കാര്യം പറയാം. പിന്നെ കുറച്ച് പൈസ റോൾ ചെയ്യാൻ വേണമായിരുന്നു, അത്രയ്ക്ക് അർജന്റാണ്. ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാം. എടാ എന്നോട് ചോദിച്ചു ഞാനിപ്പോൾ എവിടെ നിന്ന് എടുത്തു തരാനാ? ശരി, നിനക്ക് എത്ര വേണ്ടുപോ? ഒരു 3000 ദിർഹംസ് വേണമായിരുന്നു. വേറെ ഒരു വഴിയില്ല കേട്ടാ, ജോലി ഇല്ലാതെ 5 മാസമായി ഇപ്പോൾ. വീട്ടിലാണെങ്കിലും നല്ല പ്രശ്നത്തിലും. എന്തെങ്കിലും ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തുകൊണ്ടാ. എടാ ഞാനിത് എവിടുന്ന് ഇത്രയും കാശ് ഉണ്ടാക്കുന്നത്? ശരിയൊരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ വൈകിട്ട് വിളിക്കാം. കൈവിടലടാ പ്ലീസ്. ആടാ നീ വിഷമിക്കാണ്ടിരിക്കേ, ഞാൻ നോക്കട്ടെ. ശരി എന്നാ. ഹലോ ഇച്ചായ, എവിടെയുള്ളേ? എനിക്കൊരു സഹായം വേണമായിരുന്നു. പ്രതീക്ഷ പറയടാ. എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു, ഒരു 3000 ദിർഹംസ്. നിനക്ക് തന്നെ അല്ലേ, വേറെ ആർക്കല്ലോ അല്ലേ? അല്ല ചായ, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാ. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു വരണം. കാരണം ചേച്ചിയുടെ മോടെ കല്യാണമാണ്. ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു തരും ചായ. ഓക്കെ, നീ എന്നാ അവിടെ നിൽക്കും, ഞാനിപ്പോൾ വരാം. ശരി ചായ. പ്രതീക്ഷ പറഞ്ഞ കാര്യം മറക്കണ്ട, അടുത്ത ആഴ്ച തന്നെ വേണം കേട്ടോ. ശരി എന്നാ, എനിക്ക് ഇച്ചിരി പണിയുണ്ട്, പോട്ടെ. താങ്ക്സ് ചായ, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാം. ഓക്കെ. എടാ ജിത്തു, പെട്ടെന്ന് വാ, പൈസ റെഡി ആയിട്ടുണ്ട്. പ്രതീക്ഷ, ജിത്തു വാടാ. എടാ ഇപ്പോൾ പഴയ റൂമിൽ തന്നെ താമസിക്കുന്നത്? അവിടെ തന്നെ. പിന്നെ ഈ കാശ് തന്ന ആള് അവളെ പെങ്ങളുടെ മോളെ കല്യാണത്തിന് വെച്ച കാശാണ്. എൻ്റെ ഒരൊറ്റ ആളുടെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഒരാഴ്ചയുടെ ഉള്ളിൽ എനിക്കിത് തിരിച്ചു തരണം. എനിക്ക് പണി വെക്കരുത് കേട്ടോ. ഇല്ല പ്രതീക്ഷ, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാം. ഞാനിപ്പോൾ നാട്ടിലേക്ക് പൈസ ഒന്ന് അയക്കട്ടെ. ഓക്കെ ശരിടാ. ഓക്കെ. ഹലോ. പ്രതീക്ഷ എന്നാ ഉണ്ട്? ഞാൻ വെറുതെ വിളിച്ചതാ. അച്ഛനില്ലാത്തൊരു കുട്ടിയുടെ കല്യാണം വരാൻ പോകുന്നു. ആകെ ടെൻഷനാടും. പൈസ തരാനുള്ളവരോട് ഇരുന്ന് ചോദിക്കുക. ഇല്ല അയച്ചായ, ഞാൻ എന്തായാലും പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു തരും, പേടിക്കണ്ട. ഹലോ. ഹലോ പ്രതീക്ഷ പറയ്. എടാ മറക്കല്ലേ, ഞാൻ നിന്നൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ഉറക്കത്തിലാ. എടാ ജിത്തു, നിന്നോട് പറയുന്നുണ്ടെന്ന് തോന്നരുത്. കുറേ കാലം റൂം റെൻ്റൊന്നും തരാതെ നീ ഇവിടെ മറ്റുള്ളവരുടെ ചിലവ് ജീവിക്കുന്നു. നിനക്ക് ഈ അവസ്ഥയിൽ കിട്ടുന്ന ജോലിക്ക് കയറിക്കൂടെ? എടാ നീ ഇന്നായിട്ട് പൈസ തരാന്ന് പറഞ്ഞിട്ടായിരുന്നത്? എൻ്റെ പ്രതീക്ഷ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ. പിന്നെ എന്തിനാ നിന്നെ വീണ്ടും വീണ്ടും എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? കാശ് റെഡിയായി ഞാൻ അങ്ങോട്ട് വിളിക്കാം. എടാ നീ എന്തിപ്പോ ഇങ്ങനെയൊക്കെ പറയണേ? നീ അടുത്ത ഭാഗത്തിനും പറ്റിച്ചല്ലേ, കഷ്ടം. പ്രതീക്ഷ എന്തായി, മറ്റേ ശരിയായോ? ഇല്ല ചായ, അവൻ എന്നെ പറ്റിക്കായിരുന്നു. ഞാൻ ഇപ്പോൾ ഫോൺ വിളിച്ചാലും അവ എടുക്കുന്നില്ല, എടുത്താലും എന്തൊക്കെയോ പറഞ്ഞിട്ട് കട്ട് ചെയ്യുക. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ആരെയും 100% വിശ്വസിക്കരുത്. 10% മാറ്റി വെക്കണം. അത് സ്വന്തം സഹോദരങ്ങളാണെങ്കിലും കൂടെ കിടക്കുന്ന കൂട്ടുകാരായാലും. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ നമ്മളെ ഉപയോഗിക്കുകയുള്ളൂ. കടം കൊടുക്കുന്നിടത്താണ് പല ബന്ധങ്ങളും അറ്റുപോകുന്നത്. പഴയൊരു ചൊല്ലുണ്ട്, പാത്രം മറിഞ്ഞേ വിളമ്പാവും. കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആളറിഞ്ഞു വേണം കൊടുക്കാൻ.